എതിരാളി ഓസ്ട്രേലിയയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ മുട്ടിടിച്ചു വീഴുന്നത്? കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ICC ടൂർണമെന്റുകളിലെ സ്ഥിരം കാഴ്ചകൾക്ക് അണ്ടർ-19 ലോകകപ്പിനും ഫുൾ സ്റ്റോപ്പ് ഇടാനായില്ല. ഓസ്ട്രേലിയയുടെ കൗമാരപ്പടയ്ക്ക് മുന്നിൽ പോരാട്ടം മറന്ന് കീഴടങ്ങി. എന്താണ് ഇന്ത്യക്ക് സംഭവിക്കുന്നത്? ഇന്ത്യ അവസാനമായി ഒരു ICC ടൂർണമെന്റ് ജയിക്കുന്നത് 2013-ൽ ബർമിംഗ്ഹാമിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കിയ ശേഷം ഒരു ICC ട്രോഫി ഏറ്റുവാങ്ങാനുള്ള നിയോഗം ടീം ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. പുരുഷ വനിതാ ഏകദിന ലോകകപ്പുകളിലും T20യിലും എന്നുവേണ്ട അണ്ടർ-19ൽ വരെ മഞ്ഞക്കുപ്പായക്കാർക്ക് മുന്നിൽ മത്സരം അടിയറവ് വെച്ചു. ICC ടൂർണമെന്റ് ഫൈനലുകളിൽ ഇതിനോടകം ഏറ്റുമുട്ടിയത് 6 തവണ. 4 തവണയും പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചു. 2003-ലെ ദക്ഷിണാഫ്രിക്ക ലോകകപ്പ് ഫൈനൽ വേദിയായ ജോഹന്നാസ്ബർഗിൽ തുടങ്ങി കഥ. റിക്കി പോണ്ടിങ്ങും ഡാമിയൻ മാർട്ടിനും തല്ലിയൊതുക്കിയപ്പോൾ തോറ്റത് 125 റൺസിന്. ചേട്ടന്മാർക്ക് പറ്റിയതിന് 2012-ൽ ഉന്മുക് ചന്ദിന്റെ പടയാളികൾ അണ്ടർ-19 ഫൈനലിൽ കണക്ക് തീർത്തു. 6 വർഷത്തിന് ശേഷം പൃഥ്വി ഷായും ശുഭ്മാൻ ഗില്ലും അരങ്ങ് തകർത്തപ്പോൾ കങ്കാരുക്കൾ വീണത് 8 വിക്കറ്റിന്. കഴിഞ്ഞ വർഷം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസീസ് പലിശ സഹിതം കണക്ക് തീർത്തു. ഓവലിലെ പിച്ചിൽ ട്രാവിസ് ഹെഡിന്റെ മിന്നുന്ന സെഞ്ചുറിയിൽ മൂക്കുകുത്തിയത് 209 റൺസിന്. മാസങ്ങൾക്ക് ശേഷം ഇന്ത്യ വേദിയായ ഏകദിന ലോകകപ്പ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മുഹമ്മദ് ഷമിയും ഫോമിന്റെ പാരമ്യതയിൽ. എതിരാളികളെ ഛിന്ന ഭിന്നമാക്കി 3-ാം വട്ടം ഇന്ത്യ കപ്പുയർത്തുമെന്ന് ക്രിക്കറ്റ് വിശാരദന്മാർ വിധിയെഴുതി. എന്നാൽ ആരാധകർ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. അഹമ്മദാബാദിൽ ഓസീസ് പേസർമാർക്ക് മുന്നിൽ ഇന്ത്യൻ ബാറ്റർമാർ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. 241 റൺസിന്റെ വിജയലക്ഷ്യം ട്രാവിസ് ഹെഡിന്റെ സെഞ്ചുറി കരുത്തിൽ കങ്കാരുക്കൾ നിഷ്പ്രയാസം അടിച്ചെടുത്തു. നവംബറിലെ കണ്ണീരിന് പകരം വീട്ടാനാണ് ബെനോനിയിൽ ഇന്ത്യൻ കൗമാരം കളത്തിലിറങ്ങിയത്. പിന്നിൽ പോയാലും തിരിച്ചുവരുന്ന ഓസ്ട്രേലിയയുടെ ഓൾറൗണ്ടർ മികവിന് മുന്നിൽ ഉദയ് സഹാറിന്റെ സംഘത്തിന് തലകുനിക്കേണ്ടി വന്നു. പാറ്റ് കമ്മിൻസിന്റെ പിൻഗാമികൾ നേടിയത് 4-ാം ലോകകപ്പ്. എവിടെയാണ് നീലക്കുപ്പായക്കാർക്ക് പിഴയ്ക്കുന്നത്? പ്രതിഭാധാരാളിത്തം ആവോളമുണ്ടെങ്കിലും പ്രധാന മത്സരങ്ങളിൽ കളി മറക്കുന്നത് എന്തുകൊണ്ട്? കലാശപ്പോരിലെ സമ്മർദ്ദം താങ്ങാനാകാത്തതും പ്രൊഫഷണലിസത്തിന്റെ അഭാവവും സാഹചര്യത്തിനനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റാത്തതുമാണ് പ്രധാന കാരണങ്ങളെന്ന് കാണാം. ഇന്ത്യൻ ടീമിനെ പണം കായ്ക്കുന്ന മരമായി മാത്രം കാണുന്ന BCCI ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് ഉത്തരം പറയേണ്ടി വരും.